ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ബയോളജിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് സെൻസേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഐയുടെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. ഈ കാണുന്ന ഫ്ലോ ചാർട്ടും ഒക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കണ്ണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ കാഴ്ച നമുക്ക് സാധ്യമാവുന്നതെന്നൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളാണ് ഐറിസ്, പ്യൂപ്പിൾ, റെറ്റിന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഐറിസ് ഏതാണ്, റെറ്റിന, പ്യൂപ്പിൾ ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ആ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. സോ ഐറിസ് ഇസ് ദ പാർട്ട് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയുടെ ബാക്കിലായിട്ട് കാണുന്ന ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ആൻഡ് പ്യൂപ്പിൾ ഈസ് ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്. അപ്പോൾ ഐറിസ് എന്ന് പറയുമ്പം ഇത്രയും ഭാഗം വരും. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക്, നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുക, പ്യൂപ്പിൾ എന്ന് പറയുക. അപ്പോൾ ആ പ്യൂപ്പിളിലൂടെയാണ് എന്താകത്ത് കയറുന്നത്, ലൈറ്റ് ഉള്ളിലേക്ക് എൻ്റർ ആവുന്നത്. ദ നോർമൽ സൈസ് ഓഫ് പ്യൂപ്പിൾ ഈസ് ഫ്രം 2 to 3 millimeter. 2 to 3 millimeter ആണ് സാധാരണയായിട്ട് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. When the size of the pupil increases, it becomes possible to direct 16 times more light onto the retina than normal. അപ്പോൾ നോർമൽ സൈസിൽ ഈ പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. അപ്പോൾ അത് വലുതാവുന്ന സമയത്ത്, നോർമലായിരിക്കുന്ന സമയത്തിനേക്കാൾ 16 ടൈംസ് അധികം ലൈറ്റ് അതിലേക്ക് എൻ്റർ ആവും. ഇൻ വിച്ച് സിറ്റുവേഷൻ ആർ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ചേഞ്ച്ഡ്, ഹൗ ഡസ് ഇറ്റ് ബിക്കം പോസിബിൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്യൂപ്പിൾ സൈസ് മാറുന്നത്, എന്താണ് അതിനുള്ള കാരണം എന്നൊക്കെയാണ് ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്, നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയുകയും കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റൻസ് ലൈറ്റ് ആണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് കുറവായിരിക്കും. ഈ നോർമൽ ലൈറ്റിലാണെങ്കിൽ അതൊരു നോർമൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നുണ്ടാവുക. ഡിം ലൈറ്റിലാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ വലിപ്പം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി ഈ സൈസ് കുറയാനും കൂടാനും സഹായിക്കുന്നത് മസിൽസ് ആണ്. ഐറിസിൽ കാണുന്ന മസിൽസ് ആണ് ഇതിന് സഹായിക്കുന്നത്. 2 types ഓഫ് മസിൽസ് ആർ ദർ. ദേ ആർ റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്. റേഡിയൽ മസിൽസ് എന്ന് പറയുമ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന, ഇങ്ങനെ റേഡിയലായിട്ട് ഇങ്ങനെ കാണുന്ന മസിലിനെയാണ് റേഡിയൽ മസിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ സർക്കിളായിട്ട് കാണുന്ന മസിലിനെയാണ് സർക്കുലർ മസിൽ എന്ന് പറയുന്നത്. സോ ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ലൈറ്റ് കൂടുതലാവുന്ന സമയത്ത് അപ്പർച്ചർ എന്ത് ചെയ്യണം, അതായത് പ്യൂപ്പിളിൻ്റെ സൈസ് കുറയണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ റേഡിയൽ മസിൽസ് ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യും, റേഡിയൽ മസിൽസ് ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുമ്പോഴാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കുറയുന്നത്. ഇനി ഡിം ലൈറ്റിനാണെങ്കിൽ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടണം. അപ്പോൾ റേഡിയൽ മസിൽസ് എന്ത് ചെയ്യും, റേഡിയൽ മസിൽ ഇങ്ങനെ വലിയും. അങ്ങനെ വലിയുന്ന സമയത്താണ്, പുറകിലേക്ക് വലിയുന്ന സമയത്താണ്, റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുന്നത്. സോ ഇൻറ്റൻസ് ലൈറ്റിൽ എന്ത് സംഭവിക്കും, സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് കുറയും. ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് കൂടും. അങ്ങനെയാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ, മസിൽസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്യൂപ്പിൾ, ഇൻഡിക്കേറ്റേഴ്സ് നോക്കൂ. മസിൽസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്യൂപ്പിൾ ഏതൊക്കെയാണ് നമുക്ക് അറിയുന്നത്, ഇപ്പോൾ മനസ്സിലായതാണ് അല്ലേ, ഏതൊക്കെയാണ്, സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും. അതവിടെ എഴുതാവുന്നതാണ്. ദെൻ മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. പ്യൂപ്പിളിൻ്റെ സൈസും മസ്കുലർ ആക്ടിവിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സോ അതൊരു നോട്ടായിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. സോ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം, മസ്കുലർ ആക്ടിവിറ്റി ഇൻ ദ ഐറിസ് കൺട്രോൾസ് പ്യൂപ്പിൾ സൈസ് ടു റെഗുലേറ്റ് ലൈറ്റ് എൻട്രി ഇൻ ടു ദ ഐ വിത്ത് സർക്കുലർ മസിൽസ് കൺസ്ട്രക്റ്റിംഗ് ദ പ്യൂപ്പിൾ ഇൻ ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് റേഡിയൽ മസിൽസ് ഡൈലേറ്റിംഗ് ഇറ്റ് ഇൻ ഡിം ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ആ ഫിഗറും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് നോക്കി വയ്ക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ലെൻസിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ദ ലെൻസ് ഹാസ് 3 മെയിൻ പാർട്സ്. ലെൻസിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ദേ ആർ ഇലാസ്റ്റിക് മെംബ്രെയിൻ കോൾഡ് ദ ക്യാപ്സ്യൂൾ. ഫസ്റ്റ് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, വിത്തിൻ വിച്ച് ആർ ദ ലെൻസ് ഫൈബേഴ്സ് ആൻഡ് ദ എപ്പിത്തീലിയം which is located solely in the anterior part between the lens fibers and the capsule.
അപ്പോൾ 3 ഭാഗങ്ങളായിട്ടാണ് മെയിനായിട്ടുള്ളത്. സോ അത് ഈ ഫിഗറിൽ നമ്മളോട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ പുറത്തുള്ള ഈ ഒരു പുറത്തെ ലെയറാണ്, പുറത്തെ ലെയറിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം സോ ദിസ് ഈസ് ക്യാപ്സ്യൂൾ, ഓക്കെ, ക്യാപ്സ്യൂളാണത്. അതിനുശേഷം എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട് ഇവിടെ, കണ്ടോ? ഇതിനോട് ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്തായിട്ട് ഒരു ലെയർ ഓഫ് സെൽസ് അത് നമുക്ക് കാണാൻ പറ്റും. അതാണ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എപ്പിത്തീലിയം. ആൻഡ് ഇനി ഇവിടെ ഈ ഉള്ളിലുള്ള ഈ ഭാഗമാണ് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ച ഫിഗറിലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇനി ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ലെൻസ് ഫൈബേഴ്സ് കണ്ടു, ക്യാപ്സ്യൂൾ കണ്ടു, എപ്പിത്തീലിയം കണ്ടു ആൻഡ് ലെൻസ് ഫൈബേഴ്സ് കണ്ടു. ഇറ്റ് ഈസ് ദ എപ്പിത്തീലിയം ദാറ്റ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ലെൻസ് ഫൈബേഴ്സ് ത്രൂ ഔട്ട് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് ടൈം. അപ്പോൾ അതിൽ എപ്പിത്തീലിയം എന്ന ആ ഒരു ലെയർ ഓഫ് സെൽസ് നിന്നാണ് ഈ ഉള്ളിലുള്ള ഫൈബേഴ്സ് ഉണ്ടാകുന്നത്. ആൻഡ് അത് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് ലെൻസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ക്രിസ്റ്റാലിൻ ആണ്. ദ ലെൻസ് ഡിറൈവ്സ് ന്യൂട്രിയൻസ് ഫ്രം ദ അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും ഒക്കെ എവിടെ ഉണ്ടാവുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ അക്വസ് ഹ്യൂമറിൽ നിന്നാണ് ഈ ലെൻസിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് കാരണം ഈ ഒരു ലെൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ഒക്കെ ബാധിക്കാറുണ്ട്. നമ്മൾ കാറ്ററാക്റ്റ് അല്ലെങ്കിൽ തിമിരം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ ഒരു ലെൻസിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി അതാണ്. നമ്മുടെ കണ്ണട, നമ്മളൊരു കണ്ണട വാങ്ങിച്ചാൽ ആ കണ്ണടയിലത്തെ ലെൻസ് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ കണ്ണട മാറ്റൂലേ, അതേപോലെ നമ്മുടെ കണ്ണിലെ ലെൻസിനും ഏജ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അതിൽ പറഞ്ഞിരിക്കുന്നത് റീഡ്രോ ദ ഫിഗർ ഓഫ് ലെൻസ് ആൻഡ് ലേബൽ ദ പാർട്സ് ക്യാപ്സ്യൂൾ ആൻഡ് ലെൻസ് ഫൈബേഴ്സ്. അപ്പോൾ ക്യാപ്സ്യൂളും ലെൻസ് ഫൈബേഴ്സും എപ്പിത്തീലിയവും ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? സോ ലെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ലെൻസിനെ സീലിയറി മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഈ ലിഗമെൻറ്റ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത്. From figure it can be understood that lens got attached to the ciliary muscles through ligaments. അപ്പോൾ ലെൻസ് സീലിയറി മസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ലിഗമെൻറ്റ്സിലൂടെയാണ്. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ്? സോ എന്താണ് ലിഗമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെൻസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്? The ability of the eye to focus images, both near and distant objects, accurately on the retina is called the power of accommodation. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഒരു വസ്തുവിനെയാണെങ്കിലും ദൂരെയുള്ള ഒരു വസ്തുവിനെയാണെങ്കിലും രണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഇരിക്കുന്ന ലെൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമുക്കിപ്പോൾ ദൂരെയുള്ള ഒരു സാധനത്തിന് നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെയുള്ള സാധനത്തിനെ കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്യണം, അല്ലേ? അപ്പോഴാണ് നമുക്ക് ദൂരെയുള്ള സാധനത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കണ്ണിലെ ലെൻസും അതേപോലെ തന്നെയാണ്. അത് അഡ്ജസ്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ദൂരെയുള്ളൊരു സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും നമുക്കത് കാണാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ലെൻസിൻ്റെ ഷേപ്പ് മാറേണ്ടതുണ്ട്. അപ്പോൾ ആ ലെൻസിൻ്റെ ഷേപ്പ് മാറണമെങ്കിൽ ഈ ലിഗമെൻറ്റ്സ് ആണല്ലോ ലെൻസിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ലെൻസിൻ്റെ ഷേപ്പ് മാറുന്നത്. സോ അതാണ് അടുത്ത ഇതിൽ പറയുന്നത്. അപ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കണം. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ കർവേച്ചർ മാറിയിട്ടാണ് ഈ ഒരു പവർ ഓഫ് അക്കോമഡേഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ നോക്കൂ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്തൊരു പിക്ചറായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. നോക്കൂ ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. സീലിയറി മസിൽസ് ഇപ്പോൾ
വൈൽ വ്യൂവിങ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് സീലിയറി മസിൽസ് ഉണ്ട് ആൻഡ് ഇവിടെ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, കുറച്ച് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ്, വലിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ്. ആൻഡ് ലെൻസിന് ഇങ്ങനെ ഒരു ഷേപ്പാണ്. ഇനി അടുത്തത് നോക്കൂ, വൈൽ വ്യൂവിങ് എ നിയർ ഒബ്ജക്റ്റ്. ഇനി ഒരു നിയർ ആയിട്ടുള്ള അടുത്തുള്ള ഒരു വസ്തുവിനെ കാണുമ്പം എന്താണ് സംഭവിക്കുന്നത്, ലെൻസിൻ്റെ ഷേപ്പ് മാറിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ലെൻസിൻ്റെ ഷേപ്പ് മാറിയിരിക്കുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സീലിയറി മസിൽസ് കുറച്ചും കൂടി അടുത്തേക്ക് വരും. സീലിയറി മസിൽസ് കുറച്ചും കൂടി അടുത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യും, ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാതെ ലിഗമെൻറ്റ്സ് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ഫിഗർ കാണിക്കേണ്ടത്. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇപ്പം ഞാൻ കൊടുക്കുന്ന ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അതിനനുസരിച്ച് ഇവിടെ വരച്ച് ചേർക്കുക. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലെൻസ് പറഞ്ഞു, ലെൻസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ലെൻസ് എങ്ങനെയാണ് അക്കോമഡേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യണതെന്ന് പറഞ്ഞു. ഇനി ഈ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇമേജ് വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, വന്ന് പതിക്കുന്നത് റെറ്റിനയിലാണ്. റെറ്റിന എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലോ, അത് ഇനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ റെറ്റിനയിൽ നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഫോട്ടോ റിസപ്റ്റേഴ്സ്? റോഡ് സെൽസും കോൺ സെൽസും പറഞ്ഞതാണല്ലോ നമ്മൾ. ഓക്കെ, സോ റോഡ് സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോഡ് സെൽസ് എങ്ങനെയാണ്, സിലിണ്ട്രിക്കലാണ്. കോൺ സെൽസ് പേര് പറയുന്ന പോലെ തന്നെ കോൺ ഷേപ്പ്ഡ് ആണ്. ദെൻ റോഡ് സെൽസിൻ്റെ നമ്പർ ഏകദേശം എത്രയാണ്, 9 crores ആണ്, 9 കോടിയാണ് റോഡ് സെൽസിൻ്റെ എന്ന് പറയുന്നത്. കോൺ സെൽസ് എങ്ങനെയാണ്, 45 lakhsലാണ് വരുന്നത്. ഇനി റോഡ് സെൽസിലുള്ള പിഗ്മെൻ്റ് എന്ന് പറയുന്നത് റോഡോപ്സിനാണ് ആൻഡ് കോൺ സെല്ലിലുള്ളത് ഫോട്ടോപ്സിനാണ്. ദെൻ ഈ രണ്ട് കമ്പോണൻറ്റും ഈ പിഗ്മെൻറ്റ്സ് വ്യത്യസ്തമാണെങ്കിലും അതിലുള്ള രണ്ടിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ പ്രോട്ടീൻസ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഓപ്സിൻ ആൻഡ് റെറ്റിനലാണ്. അത് ഉണ്ടായിരിക്കുന്നത് വൈറ്റമിൻ എയിലാണ്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതിൻ്റെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ പിഗ്മെൻറ്റുകൾ. റോഡോപ്സിൻ്റെയും ഫോട്ടോപ്സിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഓപ്സിനും റെറ്റിനലുമാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് വൈറ്റമിൻ എയും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലും റെറ്റിനലിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, ബട്ട് സാധനം സെയിം ആണ്, കമ്പോണൻസ് സിമിലർ ആണ്. ഇനി നമ്മൾ അതിൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഷേപ്പും നമ്പറും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഷേപ്പും നമ്പറും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റോഡ് സെൽസ് എന്താണ്, സിലിണ്ട്രിക്കലാണ്. കോൺ സെൽസ് കോൺ ഷേപ്പ്ഡ് ആണ് ആൻഡ് അതിൻ്റെ നമ്പറും പറഞ്ഞിട്ടുണ്ട്. 9 crores 45 lakhs പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ റോഡ് സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് ലൈറ്റ് കുറവുള്ള ഡിം ലൈറ്റിനോടാണ് സെൻസിറ്റീവ് ആയിരിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനൊക്കെയാണ് മെയിനായിട്ട് അതിലൂടെ സാധ്യമാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺ സെൽസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ലൈറ്റിലും അതേപോലെ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണെന്ന് കോൺ സെൽസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ റിസപ്റ്റേഴ്സിലുള്ള പിഗ്മെൻറ്റ്സും അതിൻ്റെ കമ്പോണൻസും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നോട്ടിൽ തന്നെ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. റോഡ് സെൽസിൽ ഏതാണ്, റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. കോൺ സെൽസിൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഓപ്സിനും അതുപോലെ റെറ്റിനലുമാണ്. ഫോംഡ് ഫ്രം വൈറ്റമിൻ എ, അതും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി സൈഡിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്? അപ്പോൾ എന്താണ് ഈ ഒരു പിഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്? സോ അതിൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. നോക്കൂ, പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ എസെൻഷ്യൽ ബിക്കോസ് ദേ ക്യാപ്ചർ ലൈറ്റ് ഫോട്ടോൺസ്. അപ്പോൾ പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് പിഗ്മെൻറ്റ്സ് ആണ്. വിച്ച് ട്രിഗേഴ്സ് എ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് അലോസ് ദ ബ്രെയിൻ ടു പെർസീവ് ആൻ ഇമേജ്. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ സിഗ്നൽ ഉണ്ടാകുന്നത്, ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ലൈറ്റ് തട്ടിട്ട് അതിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ പിഗ്മെൻറ്റ്സ് ആണ്. അതാണ് പിഗ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ അടുത്തൊരു ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ പിഗ്മെൻറ്റ്സ് ലൈറ്റ് അബ്സോർബ് ചെയ്യുമെന്ന് പറയുന്നു. ഫോട്ടോ റിസപ്റ്റേഴ്സ് റോഡ് സെൽസും കോൺ സെൽസും ലൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണത് ബ്രെയിനിലേക്ക് എത്തുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ദ ബ്രെയിൻ, ഫോട്ടോ റിസപ്റ്റേഴ്സ് മുതൽ ബ്രെയിൻ വരെ എങ്ങനെ എത്തിച്ചേരുന്നു. അപ്പോൾ ഗ്ലൂട്ടമേറ്റ് ആക്ട് ആസ് ദ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്. വേരിയേഷൻസ് ഇൻ ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പെർസെപ്ഷൻ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഡാർക്കാണോ ലൈറ്റ് ആണോ എന്ന് തിരിച്ചറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നതാണ് ഈ ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഒരു ലൈറ്റിൻ്റെ കേസിൽ അത് ഗ്ലൂട്ടമേറ്റ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടമേറ്റിൻ്റെ വേരിയേഷൻ, ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ബ്രെയിൻ അത് ഡാർക്കാണോ ലൈറ്റ് ആണോ ഉള്ള കണ്ടീഷനാണോ എന്നുള്ളത് മനസ്സിലാകുന്നത്. ഇനി ഗ്ലൂട്ടമേറ്റിൻ്റെ പ്രൊഡക്ഷനും എങ്ങനെയാണ് വരണേന്ന് നോക്കാം. ഇൻ ദ ഡാർക്ക് ഫോട്ടോ റിസപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടമേറ്റ്. അപ്പോൾ ഡാർക്കിലാണ് എന്തുണ്ടാവുക, കൂടുതലായിട്ട് ഗ്ലൂട്ടമേറ്റ് പ്രൊഡ്യൂസ് ആവുക. എന്നിട്ട് എന്താ സംഭവിക്കുക, നമ്മൾ ഓൺ ബൈപോളാർ സെൽസും ഓഫ് ബൈപോളാർ സെൽസും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ ബൈപോളാർ സെൽസ് എന്ന് പറയുന്നത് ലൈറ്റ് ഉള്ള സമയത്ത് അതേപോലെ ഓഫ് ബൈപോളാർ സെൽസ് ഡാർക്ക്നെസ്സിലുമാണ് ആക്റ്റീവ് ആവുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഡാർക്ക്നെസ് ആവും, ഗ്ലൂട്ടാമേറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് ഓൺ ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ് ആവുകയും ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. ഇനി അങ്ങനെ സംഭവിക്കുമ്പം ഓഫ് ബൈപോളാർ സെൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് the absence of light form impulses that reach brain through the optic nerve creating sense of darkness. അപ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഇമ്പൾസസ് ആണ് ഒപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിലെത്തുക. അപ്പോൾ ബ്രെയിനിന് മനസ്സിലാവും എന്ത്, അത് ഡാർക്കാണ് എന്ന് മനസ്സിലാകും. ഓക്കെ, അങ്ങനെയാണ് ഡാർക്ക്നെസ് മനസ്സിലാക്കുന്നത്. ഇനി ലൈറ്റുള്ള കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ ലൈറ്റുള്ള കണ്ടീഷനിൽ ഈ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്താണ്, കുറവാണ്, ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് ആരാണ് ആക്റ്റീവ് ആവുക, ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആവും, ഓഫ് ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ് ആകും. ഈ ഓഫ് ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ്, അതായത് ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവായ സമയത്ത് അതിനുള്ള ഇമ്പൾസുകളാണ് എവിടേക്ക് പോവുക, ബ്രെയിനിലേക്ക് പോവുക ഒപ്റ്റിക് നെർവ് വഴി. അപ്പോൾ എന്താണ് ഉണ്ടാവുക, അവിടെ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് വിഷൻ, അവിടെ ലൈറ്റ് ഉണ്ട്, അപ്പോൾ കാണാൻ പറ്റുന്നുള്ള ഒരു ഇത് ബ്രെയിനിന് കിട്ടും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള നോട്ട്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റിമുലേഷൻ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. എങ്ങനെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് സ്റ്റിമുലേറ്റ് ആകുന്നത്, ഈ പോയിൻ്റാണ് ഫസ്റ്റ് വൺ, സ്റ്റിമുലേഷൻ ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അതിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ദാറ്റ് ഈസ് റോഡ്സ് ആൻഡ് കോൺസ് ഇൻ ദ റെറ്റിന ആർ സ്റ്റിമുലേറ്റഡ് ബൈ ഫോട്ടോൺസ് ഓഫ് ലൈറ്റ്. ലൈറ്റ് തട്ടുമ്പോഴാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, സിന്തസിസ് ഓഫ് ഗ്ലൂട്ടമേറ്റ് ആൻഡ് ബൈപോളാർ സെൽസ്. എങ്ങനെയാണ് ഗ്ലൂട്ടമേറ്റ് സിന്തസൈസ് ചെയ്യുന്നത്, ഗ്ലൂട്ടമേറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണ് ഗ്ലൂട്ടമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈപോളാർ സെൽസോ, ബൈപോളാർ സെൽസ് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നുള്ള ഇൻപുട്ട് റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് റെസ്പോൺസ് കൊടുക്കും. ഗ്ലൂട്ടമേറ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് റെസ്പോൺസ് കൊടുക്കും. അതായത് ഗ്ലൂട്ടമേറ്റ് ഉണ്ടെങ്കിൽ ഓൺ ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ് ആകും, ഗ്ലൂട്ടമേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് സെൻറ്റർ ബൈപോളാർ സെൽസ് എക്സൈറ്റഡ് ആകും, അതായത് ആക്റ്റീവ് ആകും. അത് നമ്മൾ ആ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ആൻഡ് ഇമ്പൾസസ്. അപ്പോൾ ഗാംഗ്ലിയോൺ സെൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഫൈനൽ ഔട്ട്പുട്ട് ന്യൂറോൺസ് ഓഫ് ദ റെറ്റിന. റെറ്റിനയിലെ ലാസ്റ്റ് ന്യൂറോണാണ്, റെറ്റിനയിൽ വരുന്ന ഔട്ട്പുട്ട് ന്യൂറോണിലെ ലാസ്റ്റ് വണ്ണെയാണ് ഗാംഗ്ലിയോൺ സെൽ എന്ന് പറയുന്നത്. അതാണ് ബൈപോളാർ സെൽസ് എന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക് ഇമ്പൾസ് ആക്കി മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യലാക്കി മാറ്റിയിട്ട് ഈ ഇമ്പൾസാണ് ഒപ്റ്റിക് നെർവ് വഴി എവിടേക്ക് പോവുക, ബ്രെയിനിലേക്ക് പോവുക. അങ്ങനെയാണ് നമുക്ക് ആ കാഴ്ച എന്നുള്ളൊരു ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സോ പോയിൻറ്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് കളർ വിഷനാണ്. അപ്പോൾ റോഡ് സെൽസും കോൺ സെൽസും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എങ്ങനെയാണ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇൻ ദ റെറ്റിന ദർ ആർ 3 ടൈപ്സ് ഓഫ് കോൺ സെൽസ്. അപ്പോൾ കോൺ സെൽസ് ആണ്
ലൈറ്റിനെ അല്ലെങ്കിൽ കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോൺസ് അധികം എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനും ഇരുട്ട് മറ്റേ ഡാർക്ക്നെസ്സും ഒക്കെ ആയിട്ടാണ് റോഡ് സെൽസ് കണക്റ്റഡ് ആയിട്ടുള്ളത്. കോൺ സെൽസ് ആണ് കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാവണമല്ലോ. കളർ തന്നെ പലതരത്തിലുള്ള കളറുകളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്സ് ഓഫ് കോൺ സെൽസ് ഉണ്ട്. അപ്പോൾ നമുക്കുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂ, റെഡ്, ഗ്രീന് ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി കളേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. അതിൽ കോൺസ് ഷോ ബെറ്റർ സെൻസിറ്റിവിറ്റി അറ്റ് ഷോർട്ട് വേവ് ലെങ്ത്, അതായത് ബ്ലൂ ലൈറ്റ്. ഈ ഒരു ലൈറ്റ് എന്ന് പറയുമ്പം ആ ലൈറ്റിൽ പല വേവ് ലെങ്ത്തിലാണ് ഫോട്ടോൺസ് ലൈറ്റ് വരുന്നത്. ആ വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഓരോ വേവ് ലെങ്ത്തും ഡിഫറെൻറ്റ് കളേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് വരുമ്പോഴാണ് കോൺ സെൽസ് കൂടുതൽ സെൻസിറ്റീവ് ആകുക. അതുപോലെ കോൺ സെൽസ് ആണെങ്കിൽ മീഡിയം വേവ് ലെങ്ത്ത്, അതായത് ഗ്രീൻ ലൈറ്റിനെയാണ് അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. കോൺ സെൽസ് ആണെങ്കിലോ ലോങ്ങർ വേവ് ലെങ്ത്ത്, അതായത് റെഡ് ലൈറ്റിനൊക്കെയാണ് കോൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക. Color vision is made possible when the 3 types of cone get stimulated at varying proportions. അപ്പോൾ ഈ 3 ടൈപ്പും ഡിഫറെൻറ്റ് ടൈപ്സിൽ എക്സൈറ്റഡ് ആകുമ്പോൾ സെൻസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത കളറുകൾ മനസ്സിലാകുന്നത്. അതായത് ഇപ്പം നമുക്ക് ഈ 3 പ്രൈമറി കളർ അല്ലാതെ വേറെയും കുറേ കളറുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഒരേ സമയത്ത് 2 ഒരേപോലെ എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ചും ഒന്ന് കൂടുതൽ എക്സൈറ്റഡ് ആവുക, അങ്ങനെയൊക്കെയാണ് പല കളർ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടോ, വെൻ റെഡ് ആൻഡ് ഗ്രീൻ കോൺസ് ആർ സ്റ്റിമുലേറ്റഡ് ടുഗെദർ ദ പെർസെപ്ഷൻ ഓഫ് യെല്ലോ കളേഴ്സ് ഈസ് ഫോംഡ്. അത് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു കളർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ പെയിൻറ്റ് അടിക്കണ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 പെയിൻറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പുതിയ കളർ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു റെഡും നമ്മളൊരു വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും. അങ്ങനെ പല പല കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ആ കോമ്പിനേഷനുകളൊക്കെ അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ 2 ഇപ്പോൾ ഗ്രീനും റെഡിൻ്റെയും കോൺ സെൽസ് ഒരുമിച്ച് എക്സൈറ്റഡ് ആയാൽ നമ്മുടെ കണ്ണിന് മനസ്സിലാവുന്നത് അതൊരു യെല്ലോ കളറായിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. The stimulation of all the 3 types of cones create the sensation of white light. ഇനി 3 കോൺസും ഒരേപോലെ സ്റ്റിമുലേറ്റ് ആകുമ്പോഴാണ് നമുക്ക് അത് വൈറ്റ് ആയിട്ട് തോന്നുന്നത്. വെള്ള കളർ നമുക്ക് കാണുന്നത് 3 ടൈപ്പ് കോൺസെൽസും ഒരേപോലെ സ്റ്റിമുലേറ്റഡ് ആകുമ്പോഴാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കളർ വിഷൻ സാധ്യമാകുന്നത്. സോ ഇതൊക്കെയാണ് റെറ്റിനയിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ഈസ് റെറ്റിന നെസസറി ടു സീ ബ്ലാക്ക് കളർ? അപ്പോൾ ബ്ലാക്ക് കളർ കാണണമെങ്കിൽ റെറ്റിന ആവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആവശ്യമാണ്. കാരണം കോൺ സെൽസും റോഡ് സെൽസും ഇരിക്കുന്നത് എവിടെയാണ്, റെറ്റിനയിലല്ലേ. അപ്പോൾ റോഡ് സെൽസിലൂടെയാണ് നമുക്ക് ഡാർക്ക്നെസ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്, റെറ്റിന തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സോ അതിൻ്റെ ആൻസർ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നോക്കൂ, ഈസ് റെറ്റിന നെസസറി ടു സീ ബ്ലാക്ക് കളർ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, യെസ്, റെറ്റിന ഈസ് നെസസറി ടു സീ ബ്ലാക്ക് just as it is for all vision, because the retina contains rods and cones which convert light into electric signals that the brain interprets as images. അപ്പോൾ ഏത് ഡാർക്ക്നെസ് ആണെങ്കിലും ഏത് കളർ ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിലും നമുക്ക് എന്താവശ്യമുണ്ട്, റെറ്റിന ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ജെനറ്റിക് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളേഴ്സ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ കളർ ബ്ലൈൻഡ്നെസ്സിനൊക്കെ ഭാഗമായിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിലാണ് ഉള്ളത്. Okay, the gene responsible for the production of pigments in corn cells which are sensitive to green and red are found in the X chromosome. അപ്പോൾ കോൺ സെൽസിൽ പിഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് കളേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സിനെ കോഡ് ചെയ്യുന്ന ക്രോമസോംസ് എന്ന് പറയുന്നത് എക്സ് ക്രോമസോമാണ്. The gene which is responsible for the production of blue cone pigment is found in the chromosome 7. അതേപോലെ ക്രോമസോം 7ലാണ് മറ്റേ ബ്ലൂ കോൺ പിഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ജീൻസ് ഉള്ളത്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ റീസൺ എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ കളർ ബ്ലൈൻഡ്നെസ്? അപ്പോൾ അത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ അതിനെക്കുറിച്ചിവിടെ കുറച്ച്
ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ജീന് എക്സ് ക്രോമസോമിലാണ് ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്രോമസോമുകളെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെക്സ് ക്രോമസോം ഏതൊക്കെയാണ്? എക്സും വൈയുമാണ്. ഫീമെയിൽസിൽ എന്താണുള്ളത്? 2 എക്സ് ക്രോമസോം ആണുള്ളത്. മെയിൽസിൽ ഒരു എക്സും ഒരു വൈയുമാണുള്ളത്. അപ്പോൾ ഇവിടെ ചില സെപ്പറേറ്റ് ചാൻസസ് ഉണ്ട്. അതായത് ഫീമെയിൽസിൽ 2 എക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ് ക്രോമസോമിനാണ് ഈ ഒരു മ്യൂട്ടേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവില്ല. പകരം ഫീമെയിൽസ് എന്തായിട്ട് വരും? കാരിയർ ആയിട്ട് വരും. അതായത് ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോമാണ്. ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോമും മെയിൽസിൽ ഒരു എക്സും ഒരു വൈയുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു എക്സ് ക്രോമസോമിലാണ് ഈ എക്സ് ക്രോമസോമിനാണിപ്പം ജനറ്റിക് വേരിയേഷൻ വന്നതെന്ന് വിചാരിക്കുക. ഈ ഫീമെയിൽ എന്താവും? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവില്ല. പകരം അവർ കാരിയേഴ്സ് ആയിട്ട് നിൽക്കും. ഒരു എക്സ് ക്രോമസോമിന് പ്രോബ്ലം ഉണ്ട്, ഒന്നിനും കുഴപ്പമില്ല. അപ്പോൾ ഫീമെയിൽസിൽ കാണുമ്പോൾ അവർ എഫക്റ്റീവ്ലി അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല. പക്ഷേ അവരുടെ ഉള്ളിൽ എക്സ് ക്രോമസോമിൽ ഈ പ്രശ്നമുള്ള എക്സ് ക്രോമസോം അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാരിയർ ആയിട്ട് വരും. ഇനി മെയിൽസിന് നോക്കുകയാണെങ്കിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ് ക്രോമസോമിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അവരെന്താവും? കളർ ബ്ലൈൻഡ് ആവും. അഫക്റ്റഡ് പേഴ്സൺ ആയിട്ട് അവർ മാറും. ഓക്കെ, ഇനി അടുത്ത ജനറേഷനിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽസിലാണ് എന്ത് കൂടുതൽ? പോസിബിലിറ്റി കൂടുതൽ. അതാണ് ഇവിടെ പറയുന്നത്. വൈ മെൻ ആർ മോർ എഫക്റ്റഡ് ബൈ കളർ ബ്ലൈൻഡ്നെസ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു എക്സ് ക്രോമസോമിന് പ്രശ്നം പറ്റിയാൽ തന്നെ മെയിൽസ് എന്താവും? അഫക്റ്റഡ് ആവും. ദ പോസിബിലിറ്റി ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ഇൻ വുമൺ. കളർ ബ്ലൈൻഡ്നെസ് വുമണിന് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം അവർക്ക് 2 എക്സ് ക്രോമസോം ഉണ്ട്. ഈ 2 എക്സ് ക്രോമസോമും അഫക്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് അവരെന്തായിട്ട് വരുള്ളൂ? അവർ കാരിയറിന്ന് മാറിയിട്ട് അവർ അഫക്റ്റഡ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഈ 2 എക്സ് ക്രോമസോമിനും അഫക്റ്റഡ് ആവണം. ഓക്കെ, അതുകൊണ്ട് തന്നെ പോസിബിലിറ്റി കൂടുതൽ മെയിൽസിനാണ്. ദെൻ ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി നോട്ട് നമുക്ക് അവസാനം ഒരുമിച്ച് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ എങ്ങനെയാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് ഇൻഹെറിറ്റ് ആവുന്നത്? അത് ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു ക്യാരിയർ ആയിട്ടുള്ള മദർ ആണെങ്കിൽ ഈ എക്സ് ക്രോമസോം, ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ ഈ എക്സ് ക്രോമസോം എങ്ങോട്ട് പോകുന്നുണ്ടാവും? ഇങ്ങനെ നെക്സ്റ്റ് ആളിലേക്ക് പോകുന്നുണ്ടാവും അല്ലേ? സോ അപ്പോൾ ഫാദറിൽ നിന്നും ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവാം, മദറിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവാം. അപ്പോൾ മദറിൽ നിന്ന് കൂടുതൽ ഇത് പോകാനുള്ള സാധ്യത ആരിലേക്കായിരിക്കും? ആൺകുട്ടികളിലേക്കായിരിക്കും അല്ലേ? കാരണം ആൺകുട്ടികളാകുമ്പോൾ, മെയിൽസ് ആകുമ്പോൾ അവിടെ എന്താ? ഒരു എക്സ് ക്രോമസോം അമ്മയിൽ നിന്നും വൈ ക്രോമസോം അച്ഛനിൽ നിന്നും ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അച്ഛൻ്റെ വൈ ക്രോമസോമിന് കുഴപ്പമില്ല, അമ്മയുടെ എക്സ് ക്രോമസോമിന് കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്തായിട്ട് വരും? ഈ മെയിൽ എന്ന് പറയുന്നത് അഫക്റ്റഡ് പേഴ്സൺ ആവും. ഓക്കെ, അതേപോലെ തന്നെ മെയിൽസിൽ നിന്നും ഡോട്ടേഴ്സിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? വൈ മെൻ ആർ മോർ എഫക്റ്റഡ് ബൈ കളർ ബ്ലൈൻഡ്നെസ്. മെൻ എന്തുകൊണ്ടാണ് കൂടുതൽ എഫക്റ്റ് ആകുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. മെൻ ആർ മോർ എഫക്റ്റഡ് ബൈ ഇൻഹെറിറ്റഡ് കളർ ബ്ലൈൻഡ്നെസ് ബിക്കോസ് ദ ജീൻ ഫോർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എക്സ് ക്രോമസോം. മെയിൽസ് ഹാവ് ഓൺലി 1 എക്സ് ക്രോമസോം. സോ ഇഫ് ദേ ഇൻഹെറിറ്റ് ദ കളർ ബ്ലൈൻഡ് ജീൻ ഓൺ ദാറ്റ് എക്സ് ക്രോമസോം ദേ വിൽ ബി കളർ ബ്ലൈൻഡ്. ഓക്കെ, ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്തായി മാറും? കളർ ബ്ലൈൻഡ് ആയിട്ട് മാറും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് കളർ ബ്ലൈൻഡ്നെസ് ഇൻ വുമൺ. വുമണിലെ പോസിബിലിറ്റി എന്ന് പറയുന്നത് വുമണിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. സോ ദേ ക്യാൻ ബി കാരിയർ ഓഫ് ദ ജീൻ ഫോർ കളർ ബ്ലൈൻഡ്നെസ് വിത്തൗട്ട് ബീയിങ് എഫക്റ്റഡ് ബൈ ദംസെൽസ്. അവർക്ക് കുഴപ്പമുണ്ടാവില്ല, ബട്ട് അവർ എന്തായിരിക്കും? അതിൻ്റെ ഒരു കാരിയർ ആയിരിക്കും. ഇനി ഹവർ in a woman inherit the color blindness gene on both of her X chromosomes. 2 എക്സ് ക്രോമസോമിന് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ ബി കളർ ബ്ലൈൻഡ്. ബട്ട് അതെന്ന് പറയുന്നത് ഒരു റെയറായി സംഭവിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. ദ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്. എങ്ങനെയൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മദർ ടു സൺ. മദറിൽ നിന്ന് സണ്ണിലേക്ക് വരാം. അപ്പോൾ മദർ ഒരു കാരിയർ ആണെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ജീൻ മ്യൂട്ടേറ്റഡ് എക്സ് ജീൻ ഉണ്ടാവും അവരുടെ കയ്യിൽ. അപ്പോൾ ആ എക്സിനെ ആർക്ക് കൊടുക്കാം? സണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സണ്ണ് എക്സും വൈയും അല്ലേ? അപ്പോൾ ആ എക്സിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ സണ്ണിന് എന്ത് വരും? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും.
ഇനി മദർ ടു ഡോട്ടർ ആണെങ്കിലോ, അപ്പോൾ മദർ ഒരു ക്യാരിയറാണ്, മദറിന് ഒരു എക്സ് ക്രോമസോമിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിൽ ഡോട്ടറിലേക്ക് എത്തുമ്പോൾ ഡോട്ടർ എന്തായിട്ട് വരും, ഡോട്ടർ ഒരു ക്യാരിയർ ആയിട്ട് വരും. കാരണം അവരുടെ 2 എക്സ് ആണ്, അതിൽ ഒരു എക്സിന് പ്രശ്നമുണ്ട്, ഒരു എക്സിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കാരണം പ്രശ്നം മദറിൽ നിന്നുള്ള പ്രശ്നമുള്ള എക്സ് ക്രോമസോമും ഫാദറിൽ നിന്ന് പ്രശ്നമില്ലാത്ത എക്സ് ക്രോമസോമും ആയിരിക്കും കിട്ടുക. അപ്പോൾ അവരെന്തായിട്ട് മാറും, ക്യാരിയറായിട്ട് മാറും. ഇനി ഫാദർ ടു ഡോട്ടർ ആണെങ്കിലോ, അപ്പോൾ ഫാദറിന് ഒരു എക്സ് ക്രോമസോമിന് പ്രശ്നം ഉണ്ടാവും, വൈക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ എക്സ് ക്രോമസോം അടുത്ത ജനറേഷനിൽ ഡോട്ടറിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് വരും, രണ്ടും എക്സിൽ വരുമ്പോഴും ഡോട്ടറും എന്തായിട്ട് വരും, ക്യാരിയറായിട്ട് വരും. സോ ഇങ്ങനെയാണ് അവിടെ ഉള്ള ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇമ്പൾസസ് റിലേറ്റഡ് ടു ദ ഇമേജ് ഫോംഡ് ഇൻ ബോത്ത് ഐസ് റീച്ച് ദ വിഷ്വൽ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ത്രൂ ദ ഒപ്റ്റിക് നെർവ്. അപ്പോൾ റെറ്റിനയിൽ നിന്നുള്ള വിഷ്വൽസിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ എവിടെ എത്തുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ 2 കണ്ണ് കൊണ്ട് കാണുമ്പം 2 ഇമേജുകൾ നമ്മുടെ ഓരോ കണ്ണിൻ്റെ റെറ്റിനയിലും ഓരോ സെപ്പറേറ്റ് ഇമേജ് എത്തുന്നുണ്ട് അല്ലേ. ആ സെപ്പറേറ്റ് ഇമേജിൻ്റെ വിഷ്വൽസ് 2 എവിടേക്ക് എത്തുന്നുണ്ട്, ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു സാധനത്തിനെ ഒന്നായിട്ടല്ലേ കാണുന്നത്, അല്ലാതെ 2 ഇമേജായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്, അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒപ്റ്റിക് നെർവുകളുണ്ട്. ഈ ഒപ്റ്റിക് നെർവുകൾ എവിടേക്ക് എത്തുന്നു, ബ്രെയിനിലേക്ക് എത്തുന്നു. ഓക്കെ, അതിൻ്റെ പൊസിഷനൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Since each eye receive light from different angles, there will be 2 slightly different images on retina. അപ്പോൾ 2 റെറ്റിനയിൽ ഉണ്ടാകുന്ന സാധനത്തിന്, നമ്മൾ കാണുന്ന സാധനം ഒന്നാണെങ്കിൽ 2 റെറ്റിനയിൽ ഉണ്ടാകുന്ന ഇമേജിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ 2 ഇമേജും ബ്രെയിനിലുള്ള എവിടേക്ക് പോകുന്നു, വിഷ്വൽ കോർട്ടെക്സിലേക്കാണ് എത്തുന്നത്. അവിടെ വെച്ചിട്ട് ബ്രെയിൻ തന്നെ എന്ത് ചെയ്യും, ഈ 2 ഇമേജിനെ കമ്പയർ ചെയ്തിട്ട് അതിനെ ഫ്യൂസ് ചെയ്യും, അതിനെ ഫ്യൂസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് 2 കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നമുക്ക് അതിനൊരു 3D എഫക്റ്റ് ഉണ്ടാവും അല്ലേ. നമ്മളൊരു സാധനം കാണുമ്പോൾ നമ്മൾക്ക് ആ സാധനത്തിൻ്റെ സാധനം എന്താണെന്ന് മാത്രമല്ല അതിൻ്റെ വണ്ണവും നീളവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു 3D ഇമേജ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ 2 കണ്ണിലും കാണാൻ പറ്റുന്ന ബൈനോക്കുലർ വിഷൻ നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു സാധനത്തിനെ മനസ്സിലാക്കാനും അതിൻ്റെ അടുത്തുള്ള നമ്മളും ആ വസ്തുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ഒരു ബൈനോക്കുലർ വിഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഐ ഡിസീസുകളെക്കുറിച്ചും അതിൻ്റെ റീസൺ, ട്രീറ്റ്മെൻറ്റ് അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഐ ഡിസീസുകൾ കുറേ എണ്ണം ഉണ്ട് എന്ന് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാവും. അതിൽ തന്നെ കോമൺ ആയിട്ടുള്ളതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്സും ലോങ് സൈറ്റഡ്നെസ്സും അല്ലേ. കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ, ഷോർട്ട് സൈറ്റഡ്നെസ്സിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ഐബോളാണ്. അതായത് ഐബോൾ കുറച്ച് വലുതാകുന്നത്, അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുന്നത്. സോ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ സ്പെക്സ് ആണ് വയ്ക്കുക, കണ്ണട വയ്ക്കും. അതിലെങ്ങനത്തെ ലെൻസാണ് ഉപയോഗിക്കുക, കോൺകേവ് ലെൻസ് വെച്ചിട്ടുള്ള കോൺകേവ് ലെൻസിൻ്റെ എന്തായിരിക്കും, സ്പെക്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ കോൺടാക്ട് ലെൻസോ സർജറിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൻ്റെ മറ്റൊരു ഫോമാണ് ലോങ് സൈറ്റഡ്നെസ്. ലോങ് സൈറ്റഡ്നെസ് ആകുമ്പം നമ്മൾക്ക് എന്താണ്, ദൂരത്തുള്ള സാധനങ്ങളെ കാണാൻ പറ്റും, അടുത്തുള്ള സാധനങ്ങളെ കാണാൻ ബുദ്ധിമുട്ട്. അതാണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുക. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയണത് ഷോർട്ട് ഐബോൾ ആവുക, ഐബോൾ ഷോർട്ട് ആവുകയാണ് ലോങ് സൈറ്റഡ്നെസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സ്പെക്ടക്കിൾസ് വയ്ക്കാം. അതിൽ പക്ഷേ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുക. പിന്നെ ഇതേപോലെ കോൺടാക്ട് ലെൻസോ സർജറിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അടുത്തതെന്ന് പറയുന്നത് അസ്റ്റിഗ്മാറ്റിസമാണ്. അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇറഗുലർ കോർണിയ ഓർ ലെൻസാണ്. ലെൻസിനോ കോർണിയയ്ക്കോ വരുന്ന പ്രശ്നമാണ് അസ്റ്റിഗ്മാറ്റിസത്തിന് കാരണമാവുന്നത്. സോ അവിടെയും സ്പെക്സ് ആണ് വയ്ക്കുക. ബട്ട് അതിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ലെൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് കാറ്ററാക്റ്റ്. കാറ്ററാക്റ്റിൽ എന്താ സംഭവിക്കുന്നത്, ഐ ലെൻസ് ബിക്കം ഒപ്പേക്ക്. ഐ ലെൻസ് നമ്മുടെ ലെൻസിന് കട്ടി കൂടുക, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു കണ്ടീഷൻ ആവുക. അപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥ ലെൻസിന് ഉണ്ടാവുക. അതിനെയാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്ററാക്റ്റിന് നമ്മൾ ചെയ്യുന്നത് സർജറിയാണ്. എന്ത് ചെയ്യും, സർജറിയിലൂടെ ലെൻസ് റീപ്ലേസിങ് ദ ലെൻസ് ത്രൂ സർജറി. അതാണ് കാറ്ററാക്റ്റിൻ്റെ ഒരു
ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഗ്ലോക്കോമയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ, പ്രഷർ ഇൻക്രീസ് ആൻഡ് ദ ഒപ്റ്റിക് നെർവ് ഗെറ്റ്സ് ഡാമേജ്ഡ്. അപ്പോൾ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്ന് തന്നെ ഉണ്ടാവും, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ നടക്കാതെ വരുന്ന ഒരു സമയത്ത് ഈ അക്വസ് ഹ്യൂമറിൻ്റെ അളവ് കണ്ണിൽ കൂടുകയും അത് മൂലം കണ്ണിൽ ഒരു പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അത് ഒപ്റ്റിക് നെർവിനെ ബാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും സർജറിയാണ്. അടുത്തതെന്ന് പറയുന്നത് കൺജങ്ക്റ്റിവിറ്റീസ് ആണ്. അത് ഇൻഫെക്ഷൻ ഇൻ ദ കൺജങ്ക്റ്റീവ, അതായത് നമ്മുടെ കണ്ണിലെ ചുവപ്പ് കളറൊക്കെ വന്നിട്ടുള്ള വൈറ്റ് ഭാഗത്തിന് കളർ ചേഞ്ച് ഒക്കെ വരുന്നതാണ് കൺജങ്ക്റ്റിവിറ്റീസിൽ സംഭവിക്കുന്നത്. സോ അതിന് നമ്മൾ യൂഷ്വലായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചിട്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ അതിന് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുക മെഡിക്കേഷനിലൂടെ, അല്ലെങ്കിൽ പിന്നെ സർജറി ചെയ്യുക. അപ്പോൾ മെഡിക്കേഷൻ ഓർ സർജറിയാണ് അതിനുള്ളൊരു ഇതെന്ന് പറയണത്. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ കാരണം ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈറ്റമിൻ എയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൽ നമ്മളൊക്കെ എന്ത് ചെയ്യാം? വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം, അതേപോലെ സർജറിയും ചെയ്യും. അതായത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ പറ്റും. അടുത്തത് ലാസ്റ്റ് വൺ സെറോഫ്താൽമിയ എന്ന് വെച്ചാൽ ഇതേപോലെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോർണിയ ബിക്കം ഒപ്പേക്ക്. അപ്പോൾ കുറേ നാളിങ്ങനെ വൈറ്റമിൻ എയുടെ ഒരു ഡെഫിഷ്യൻസി കാരണമാണ് സെറോഫ്താൽമിയ എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അതിനും ഇതേപോലെ സപ്ലിമെൻറ്റ്സ് എടുക്കുക, അതിനനുസരിച്ചുള്ള ഡയറ്റ് ചേഞ്ച്, അതൊക്കെയാണ് സെറോഫ്താൽമിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കോമൺ ആയിട്ടുള്ള ഐ ഡിസീസും അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മുടെ ഐക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് പറഞ്ഞു, ദെൻ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഐ നമ്മൾ കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ അതില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. WHO World Sight Day is observed on the second Thursday of October. The World Health Organization and the International Agency for the Prevention of Blindness call for the observance of this day to raise awareness on the eye health care. അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡേ ആചരിക്കുന്നത്. പിന്നെ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് സ്ക്രീൻ ടൈം ആൻഡ് എൻകറേജിങ് റെഗുലർ ഐ ടെസ്റ്റ് ടു കെയർ ഫോർ ചിൽഡ്രൻസ് വിഷൻ. നമ്മൾ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഐ ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് അറിയുള്ളൂ. WHO eyes a free application available in 14 languages enables ഫ്രീ ഐ ടെസ്റ്റ് ഫോർ ഏജസ് 8 and above. അപ്പോൾ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണത് WHO ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 14 ലാംഗ്വേജിൽ അതിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് 8 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സം വിഷൻ പ്രോബ്ലംസ് ക്യാൻ ബി കറക്റ്റഡ് വിത്ത് ലെസ് എക്സ്പെൻസീവ് മെത്തേഡ്സ് സച്ച് ആസ് സ്പെക്ടക്കിൾസ് ആൻഡ് കാറ്ററാക്ട് സർജറി. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, അതിൻ്റെ ഒരു ആപ്പിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കയറിയിട്ട് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഐ സൈറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിങ്ങനെ ഒരു ആപ്പാണ്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ടുവന്നതാണ്. The message for World Sight Day 2014 is Children Love Your Eyes എന്നുള്ളതാണ്. 2024 വേൾഡ് സൈറ്റ് ഡേയുടെ മെസ്സേജാണ് പറയണത് കേട്ടോ. കുട്ടികളോടാണ് ചിൽഡ്രൻ ലവ് യുവർ ഐസ്. അപ്പം നമ്മുടെ ഐസിൻ്റെ പ്രൊട്ടക്ഷന് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഐസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്? കുറച്ച് 2 പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാഷ് ദ ഐസ് ഫ്രീക്വൻ്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ, ഈറ്റ് ഫുഡ് റിച്ച് ഇൻ വൈറ്റമിൻ എ. നന്നായിട്ട് കഴുകി വെള്ളം കൊണ്ട് കഴുകുക, അതുപോലെ വൈറ്റമിൻ എ ഉള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് വേറെ എന്തൊക്കെ പറയാം? ലിമിറ്റ് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. പിന്നെ യൂസ് പ്രൊട്ടക്റ്റീവ് ഐ വെയർ. നമ്മൾ എന്തെങ്കിലും അപകടം പിടിച്ച പ്രശ്നങ്ങളോ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇതിൽ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഐ കവർ ചെയ്യുന്ന ഗ്ലാസ് ധരിക്കുക. അതേപോലെ തന്നെ UV റേസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ധരിക്കാം. പിന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, നന്നായി വെള്ളം കുടിക്കുക. അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കി വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഇനി അവിടെ ചെറിയൊരു പോർഷൻ പറയുന്നത് ഐ ഡൊണേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഐ ഡൊണേറ്റ് ചെയ്യാനുള്ള ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ ഐസ് ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെക്കുകയാണെങ്കിൽ അത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊരു സഹായമാകും. അതിലെന്താ സംഭവിക്കുന്നത്, കോർണിയ സർജിക്കലി ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത്. കോർണിയ മാത്രമാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് കാഴ്ചയില്ലാത്ത ആർക്കെങ്കിലും ബെനിഫിഷ്യലായിട്ട് വരും. അപ്പോൾ അതൊരു അങ്ങനെ ഒരു തോട്ട് എല്ലാവരിലും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നമ്മുടെ കണ്ണ് നന്നായി സൂക്ഷിക്കുക. ദെൻ നമ്മുടെ മരണശേഷം അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ദെൻ അവിടെ ഇതേപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്, ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ഷുഡ് സ്പെൻഡ് ഓൺലി ആൻ അവർ ഓർ ലെസ് ഓൺ ഡിജിറ്റൽ ഡിവൈസസ്. ദോസ് ഹു ആർ ബിലോ 1 ഇയർ ഷുഡ് നോട്ട് യൂസ് സച്ച് ഡിവൈസസ്. 5 വയസ്സിൽ താഴെയുള്ള ഒരു ദിവസത്തിൽ 1 മണിക്കൂർ കൂടുതൽ ഈ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുമായിട്ട് കോണ്ടാക്റ്റ് വരരുത്. 1 ഇയറിൽ കുറവുള്ള ആൾക്കാർ അത് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഐയിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. ഈ ഒരു ടോപ്പിക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻസിൽ അറിയിക്കുക. അതേപോലെ തന്നെ ക്ലാസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.